ഡിവൈഎഫ്ഐയുടെ 4-1 പോലും ഒരു സംഘടനാ ശേഷിയില്ലാത്ത ഒരു തല്ലിപ്പൊളി സംഘടനയാണ് കോൺഗ്രസ് എന്നാണോ? ഞാൻ പറയുന്നില്ല, കോൺഗ്രസ് പറയുന്നത് 5 കോടിയുടെ കണക്കല്ലേ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ക്രിമിനൽ ബുദ്ധി കൂടി ഉള്ള ഒരു സംഘടനയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കണക്ക് ലോകൈക കള്ളക്കണക്കാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? പണം പിരിച്ച് അത് മോഷ്ടിച്ച് 2ാം വട്ടം പിരിക്കാൻ ഈ വിമർശനത്തെ അവർ അവസരമാക്കി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ വാർത്താ സമ്മേളനം തുടങ്ങിയപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു കണക്ക് തട്ടിക്കൂട്ടുന്നുണ്ട്. ഞാൻ കരുതിയത് 2 ദിവസം കൂടി കഴിഞ്ഞിട്ടെന്നാ. കാരണം എല്ലാവരും നമ്മുടെ സ്നേഹിതന്മാരാണല്ലോ. എന്നോട് പറഞ്ഞു 2 ദിവസം കൂടി കഴിയുമ്പോൾ പുറത്തു വിടാൻ വേണ്ടി സാധനം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ ജനങ്ങളുടെ പ്രതിഷേധം കൂടുതൽ ശക്തമായി വന്നപ്പോൾ അത് ഇന്ന് തന്നെ ആവട്ടെ എന്ന് കരുതിയതായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ കണക്ക് ലോകൈക കള്ളക്കണക്കാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? 1, സ്ഥലം വാങ്ങാൻ 5 കോടി ചെലവായി. ആര് പറഞ്ഞതാ? ഞാൻ പറഞ്ഞാണോ? ആര് പറഞ്ഞതാ? ഉടനെ രജിസ്ട്രേഷൻ രേഖകൾ പുറത്തു വരുന്നു. 5 കോടി ചെലവായിട്ടില്ല, 3 ചില്ലുവാനം കോടിയേ ചെലവായിട്ടുള്ളൂ. ഇപ്പൊ ഈ കണക്കിൽ ആ തിരുത്തൽ വരുത്തിയിട്ടാണല്ലോ കണക്ക്. അവിടെ തറക്കല്ലിട്ട് 10 ദിവസം കൊണ്ട് പണി തുടങ്ങും. ഈ കണക്ക് പ്രകാരമാണെങ്കിൽ വീട് വെക്കാനുള്ള കാശ് എവിടെ? ഈ കണക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ക്രിമിനൽ ബുദ്ധി കൂടി ഉള്ള ഒരു സംഘടനയാണ്. ഈ കണക്ക് അവതരിപ്പിച്ചത് വീട് വെക്കാൻ വേണ്ടി എന്ന പേരിൽ ഇനിയൊരു പിരിവ് കൂടി നടത്താനാണ്. മനസ്സിലായോ? പിരിച്ചടത്തോളം അടിച്ചുമാറ്റി ഈ കണക്ക് അവതരിപ്പിക്കുകയാണ്. അതാ പറഞ്ഞു കണ്ടില്ലേ? നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞു. ഇത് വെച്ചിട്ട് ഇനി ഒരു പിരിവ് കൂടി നടത്താനാണ്. കേരളത്തെ 2ാം വട്ടം കൊള്ളയടിക്കാൻ ഒറ്റ ദുരന്തത്തിന്റെ പേരിൽ ഇരട്ടക്കൊള്ള, പ്രളയത്തിന്റെ പേരിൽ ഒറ്റക്കൊള്ളയാണ് നടന്നത്, വയനാട് ദുരന്തത്തിന്റെ പേരിൽ ഇരട്ടക്കൊള്ള, അതാണ് വരാൻ പോകുന്നത്. അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പൊ നടത്തിയിട്ടുള്ളത്. ഇനി 25 വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു അല്ലെ? 25 വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു. അവർ പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ചില്ല. പകരം അവർ ആക്രി സാധനങ്ങൾ ശേഖരിച്ചു വിൽക്കുന്നു. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ കൂലിപ്പണിക്ക് പോയിട്ട് ആ കൂലി സംഭാവന ചെയ്യുന്നു. വിവിധ ചലഞ്ചുകൾ നടത്തുന്നു. ഇങ്ങനെയെല്ലാമായി സമാഹരിക്കുകയാണ് പണം. അങ്ങനെ അവർക്ക് 20 കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു. അതൊരു യുവജന സംഘടനയാണ്. പണം പിരിച്ചില്ല. പണം പിരിക്കാൻ ആപ്പുണ്ടാക്കിയില്ല. പൊതുജനങ്ങളിൽ നിന്ന് പണം ശേഖരിച്ചില്ല. അവരുടെ പ്രവർത്തകരുടെ മനുഷ്യാധ്വാനവും ആക്രി സാധനങ്ങൾ ശേഖരിച്ചും മറ്റെല്ലാ വിധത്തിലും പണം സമാഹരിച്ചു കൊടുത്തു. അപ്പൊ ഡിവൈഎഫ്ഐയുടെ 4-1 പോലും ഒരു സംഘടനാ ശേഷിയില്ലാത്ത ഒരു തല്ലിപ്പൊളി സംഘടനയാണ് കോൺഗ്രസ് എന്നാണോ? ഞാൻ പറയുന്നില്ല, കോൺഗ്രസ് പറയുന്നത് 5 കോടിയുടെ കണക്കല്ലേ പറഞ്ഞിരിക്കുന്നത്. ഒരു യുവജന സംഘടന ജനങ്ങളിൽ നിന്ന് പണം പിരിക്കാതെ അവരുടെ അധ്വാന ശക്തി കൊണ്ടും മറ്റു പ്രവർത്തനം കൊണ്ടും സമാഹരിച്ച തുകയുടെ 4-1 കേരളത്തിൽ പലവട്ടം ഗവൺമെന്റുകൾക്ക് നേതൃത്വം കൊടുത്ത കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി പിരിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത്രയേ ഉള്ളോ കോൺഗ്രസ്? നിങ്ങൾ വിശ്വസിക്കൂ? വയനാട്ടിലെ ദുരന്തബാധിതരുടെ പേരിൽ പണം പിരിച്ച് അത് മോഷ്ടിച്ച് 2ാം വട്ടം പിരിക്കാൻ ഈ വിമർശനത്തെ അവർ അവസരമാക്കി. വിമർശനത്തെ അടുത്ത കൊള്ളയ്ക്കുള്ള അവസരമാക്കി മാറ്റി. ഒപ്പം ഈ നിമിഷം വരെ ഇവർ പറഞ്ഞ എന്താണ്? ഫണ്ട് ജോയിന്റ് അക്കൗണ്ടിൽ സുരക്ഷിതമാണ്. വീട് പണി 10 ദിവസത്തിനുള്ളിൽ തുടങ്ങും എന്ന് പറഞ്ഞു തറക്കല്ലിടുന്നതിന് മുമ്പ്. അപ്പോ ആ ഫണ്ട് എവിടെ? ജോയിന്റ് അക്കൗണ്ടിൽ അന്നുണ്ട് എന്ന് പറഞ്ഞ ഫണ്ട് എവിടെ? ഏത് ഫണ്ട് എടുത്തിട്ടാണ് 10 ദിവസം കൊണ്ട് പണി തുടങ്ങും എന്ന് പറഞ്ഞത്? ഇത് കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ സ്വയം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ഞങ്ങളുടെ ചോദ്യത്തിന്റെയോ വിമർശനത്തിന്റെയോ ആവശ്യമില്ല. കൊള്ള തെളിഞ്ഞിരിക്കുന്നു. 2ാം കൊള്ളയ്ക്ക് തുടക്കമിടുമെന്ന പ്രഖ്യാപനവും വന്നിരിക്കുന്നു. കൊള്ളക്കാരെ ഓർത്ത് കേരളം ജാഗ്രത പാലിക്കുക എന്നേ എനിക്കിപ്പോ പറയാനുള്ളൂ.